കേന്ദ്രവിഹിതം കുറഞ്ഞെങ്കിലും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളർച്ചയിലെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചു, തനത് വരുമാനം കൂടി, വരുമാനം വർദ്ധിപ്പിക്കാനും ചെലവ് വിവേകപൂർവ്വം വിനിയോഗിക്കാനും കഴിഞ്ഞുവെന്നാണ് ആ റിപ്പോർട്ട്. ഉമേഷ് ബാലകൃഷ്ണൻ ചേർന്നു. ഉമേഷ്, തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഒരു ബജറ്റാണ്, അതിന് മുമ്പ് വെക്കുന്ന സാമ്പത്തിക സർവേയാണ്. അപ്പോൾ അതിലെന്താണ് അതിലെ ശ്രദ്ധേയമായ കാര്യങ്ങൾ എന്താണ്? ബജറ്റിലേക്ക് നയിക്കുന്ന ചില സൂചനകൾ ആ സർവേയിലുണ്ടോ ഉമേഷ്? കഴിഞ്ഞ ബജറ്റുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച ബജറ്റ് എസ്റ്റിമേറ്റും അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം വരെ, അതായത് തുടർന്ന് ഒരു പ്രൊഫഷണൽ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അവതരിപ്പിക്കും. എന്തായാലും സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. സംസ്ഥാനത്തിന്റെ വളർച്ചാ നിരക്ക്, മൊത്തം ആഭ്യന്തര വരുമാനം വർദ്ധിച്ചു എന്നുള്ളത് ആശാവഹമായ കാര്യമാണ്. നിലവിലെ കണക്ക് പ്രകാരം, അതായത് പ്രൊഫഷണൽ കണക്ക് പ്രകാരം കുറച്ച് കൂടുതലാണ്. അതായത് പ്രൊഫഷണൽ കണക്ക് പ്രകാരമാണെങ്കിൽ ആകെ ആഭ്യന്തര വരുമാനം 6,85,328,316 ലക്ഷമായി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 6.19% ഉയർന്നത്. പക്ഷേ നമ്മൾ ടോട്ടൽ കണക്ക്, അതായത് ഇപ്പോഴത്തെ സാമ്പത്തിക നിലയിലേക്ക് അത് കൺവേർട്ട് ചെയ്താൽ ആകെ സാമ്പത്തിക വളർച്ച GSDP എന്ന് പറയുന്നത് 9.97%. 9.3% നിന്നാണ് 9.97% വർദ്ധിച്ചിരിക്കുന്നത്. മൊത്തം വരുമാനം 1,24,861 കോടിയായി ഉയർന്നിട്ടുണ്ട്. ഇത് പക്ഷേ കഴിഞ്ഞ തവണത്തെ ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം കുറവാണ്. കഴിഞ്ഞ തവണത്തെ ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം അത് ഏകദേശം 1,40,40,000 കോടി വരെ ഉയരും, ആഭ്യന്തര വരുമാനം ഉയരുമെന്നായിരുന്നു എസ്റ്റിമേറ്റ് കണക്കുണ്ടായിരുന്നത്. പക്ഷേ അത് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആഭ്യന്തര വരുമാനം കൂടി എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. പക്ഷേ കേന്ദ്ര വിഹിതം കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 23-24 സാമ്പത്തിക വർഷത്തേക്കാൾ ആകെ 6.15% കേന്ദ്ര വിഹിതം കുറഞ്ഞു. അത് ഈ ഒരുപക്ഷെ കേന്ദ്ര ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.